നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ കരുതിയത് പണപ്പെട്ടി നമ്മുടെ നെവിന് വിലക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നിസാര പണിഷ്മെന്റ് ആയിരിക്കുമല്ലോ എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. അത് തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഇവരെയൊക്കെ നന്നായിട്ട് പഠിച്ചു കേട്ടോ, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാണ്. ശരിക്കും നെവിന് പണപ്പെട്ടി വേണമായിരുന്നു. കാരണം ടോപ്പ് 5 താൻ എന്തായാലും എത്തില്ല എന്നുള്ളത് നെവിന് നന്നായിട്ട് അറിയാം. അത്രയും വരെ പോത്തില്ല. മാത്രമല്ല, ഇതിപ്പോ ആര്യനും 2 പേരെ എവിക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ആര്യനും നെവിനും ഔട്ട് ആകുമായിരുന്നു. ഇതൊക്കെ അവർക്കും അറിയാം. 2 പേരായിരുന്നുവെങ്കിൽ താനും കൂടി പോകുമായിരുന്നു. കാരണം ഏത് ടീമിൽ നിന്നാണ് ആൾക്കാർ പോകുന്നതെന്നുള്ളത് ഇവർക്കറിയാം. അപ്പൊ അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ നെവിനറിയാം അടുത്തത് തന്റെ ഊഴാണ്, താൻ ഔട്ടാകും. പക്ഷെ പണപ്പെട്ടിയുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നെവിൻ ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ബെഡിൽ പോയി കിടക്കുന്നു. അങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് സാബുമാൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നെവിൻ താൻ ഓക്കെ ആണോ? ഞാൻ ബിയോണ്ട് ദ ഗെയിം, ഞാൻ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നെവിൻ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈം കാണുകയാണ്. അതിനുവേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ നെവിൻ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ റെഫർ ചെയ്യാൻ പറഞ്ഞോളാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നെവിൻ പറയാണ്, പണപ്പെട്ടി അതെനിക്ക് എന്നോട് കാണിച്ച ഒരു ഇൻജസ്റ്റിസ് ആണ്, ബിഗ് ബോസ് എന്നോട് കാണിച്ച നീതികേടാണ് എന്ന് നെവിൻ പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് കാണിച്ച നീതികേടോ ലാലേട്ടൻ കാണിച്ച നീതികേടോ? ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി ഇത് അറിഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, അയ്യേ ഇത് വെറും ഇത്തിരി പോകുന്ന ഒരു പണിഷ്മെന്റ് ആയിപ്പോ, ഇതൊക്കെ ഒരു പണിഷ്മെന്റ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ എന്തായാലും ടോപ്പ് 5 നെവിൻ വരില്ല. അത് നെവിന് ഉറപ്പായി. ഞാൻ ഇന്നലെ ആര്യൻ എവിക്റ്റ് ആയപ്പോഴേ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഒന്നുകിൽ സാബുമാൻ അല്ലെങ്കിൽ നെവിൻ, അക്ബർ, ഇവരുടെ 3 പേരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഔട്ടാവാൻ പോകുന്നത്. ആഴ്ച ഒരാൾ മാത്രം ഔട്ടാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നെവിൻ രക്ഷപ്പെട്ടത്. അത് ഉറപ്പാണ്. കാരണം അത്രത്തോളം ക്രൂവലായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നെവിൻ.